തിരുവനന്തപുരത്തെ സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്ന വൈഷ്ണവ് വിജയത്തിന് ശേഷം പ്രതികരിക്കുന്നു. സന്തോഷമുണ്ട്. നമ്മൾ അത്രയും ഫേസ് ചെയ്ത് വന്ന നമ്മൾ എടുത്ത എഫേർട്സിനെല്ലാം റിസൾട്ട് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് അത്രയും വോട്ടുകൾ തന്ന് നമ്മളെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അത്രയും സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ഒപ്പം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും കൂടാതെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹൈക്കോടതി വക്കീലായ ശ്രീ ജോർജ് പൂന്തോട്ടം സാറിനും ശ്രീ അഡ്വക്കേറ്റ് മൃദുലേട്ടനും പ്രിയപ്പെട്ട മൃദുലേട്ടനും എല്ലാവർക്കും, പിന്നെ UDF അതായത് നമ്മുടെ പാർട്ടി ഒന്നടങ്കം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മത്സരിച്ച് ഇത്തരം ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാർട്ടിക്കും എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഒരുമിച്ച് എല്ലാവർക്കും മനസ്സ് നിറയെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വിവാദങ്ങൾ ഗുണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടവും വന്നിട്ടുണ്ട്. നമുക്ക് ഏറെക്കുറെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, 10 ദിവസം ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ 10ഓളം ദിവസങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവരെ അത് എത്രത്തോളം അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും വളരെ സന്തോഷവും തികച്ചും അഭിമാനകരവുമാണ്. 25 വർഷത്തെ ചരിത്രമാണ് വഴിമാറുന്നത്. പുതിയ ചരിത്രമാണ്. അതെ 25 വർഷങ്ങൾക്ക് ശേഷമാണ് മുട്ടട UDF പിടിക്കുന്നത്. മുൻ മേയറുടെ ഒക്കെ വാർഡായിരുന്നു. അപ്പൊ അത്രയും ഞാൻ അതാണ് പറഞ്ഞത്, തികച്ചും അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള മുട്ടടയിലെ എല്ലാ UDF പ്രവർത്തകരും നിലവിൽ നിൽക്കുന്നത്. യെസ്, അതായത് ഡാനിയിലേക്ക് പോകുമ്പോൾ ഡാനി, എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, ചളിക്കവട്ടം, ചക്കരപ്പറമ്പ്, വെണ്ണല, പാടിവട്ടം, അതായത് നഗരഹൃദയത്തിലേക്ക് വരുമ്പോൾ പാലാരിവട്ടം കേന്ദ്രീകരിച്ചു വരുമ്പോൾ ഇതിൽ 4 എണ്ണത്തിൽ ഇപ്പോൾ UDF നേടിയിരിക്കുന്നു. അത് വലിയ മെജോറിറ്റി 500-നും 700-നും ഇടയ്ക്ക് വോട്ടുകളാണ് പല വാർഡുകളിൽ തന്നെ ഡിവിഷനിൽ തന്നെ ലീഡ് ചെയ്തിരിക്കുന്നത് എന്നത് പറയുക. ഇതിൽ ഒരു സീറ്റ് മാത്രമാണ് സിറ്റിംഗ് സീറ്റായിട്ട് UDF-നുണ്ടായിരുന്നത്. ബാക്കിയുള്ള മറ്റ് 3 സീറ്റുകളും പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇതൊരു സൂചനകളിലേക്ക് നീങ്ങുന്നു അഭിലാഷ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നു. അതായത് ഈ മേഖലകളിൽ ആധിപത്യം ഉള്ളത് ഫോർട്ട് കൊച്ചി, പശ്ചിമ കൊച്ചി മേഖലകളിൽ LDF ഇടതുമുന്നണിക്ക് വ്യക്തമായ രീതിയിലുള്ള ഒരു ആധിപത്യമുണ്ട്. പക്ഷെ അവിടെ ഇത്തവണ BJPയുടെ ഒരു തേരോട്ടം കാണുന്നു. കാരണം ആദ്യ സൂചനകൾ BJPക്ക് അനുകൂലമാകുന്നു. പത്മാവതി നേരത്തെ വിജയിച്ച കാൻഡിഡേറ്റ് അത് ഉണ്ടായിരുന്നത് ഒരു 3 വോട്ടുകൾ 4 വോട്ടുകൾ എന്ന രീതിയിൽ 4 വോട്ടുകൾ എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ തവണ കോടതി വിധിയിലൂടെ മറ്റും ജയിച്ചെങ്കിൽ ഇത്തവണ വ്യക്തമായിട്ട് തന്നെ 45 വോട്ടുകൾക്ക് അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല അതായത് ഈ കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ UDF-ന്റെ വ്യക്തമായൊരു മേൽക്കൈ തന്നെയാണോ ഉള്ളത്? നിലവിലെ സൂചനകൾ അതാണ്. കൂടുതൽ മേധാവിത്വമുള്ള രീതിയിലേക്ക് UDF നഗര കേന്ദ്രീകൃതമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഹാർഡ് കോർ സിറ്റി സെന്റർ എന്ന് പറയുന്ന ഇടത്തേക്ക് UDF-ന് ഒരു മേൽക്കൈ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. 41 സീറ്റുകൾ നിലവിലെ ട്രെൻഡ് അനുസരിച്ച്. കൃത്യമാണ് കണക്ക്. അതുപോലെ തന്നെ നഗരസഭകൾ നോക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJPക്കാണ് ലീഡ്. ബാക്കി കൂടുതൽ നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF എന്നുള്ളതാണ്. അതായത് എറണാകുളത്തെയും മലപ്പുറത്തെയും കണക്കുകൾ വെച്ചാണ് UDF-ന് ഇത്രയും നഗരസഭകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. 14 നഗരസഭകളുള്ള എറണാകുളത്ത് ഭൂരിപക്ഷം നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത്. ആലുവയിലും അങ്കമാലിയിലും കളമശ്ശേരിയിലും കൂത്താട്ടുകുളത്തും കോതമംഗലത്തും മരടിലും മൂവാറ്റുപുഴയിലും വടക്കൻ പറവൂരിലും പെരുമ്പാവൂരിലും പിറവത്തും തൃക്കാക്കരയിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. തൃപ്പൂണിത്തുറയിൽ BJP ലീഡ് ചെയ്യുന്നു. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ ലീഡ് നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് UDF-ന് എന്നുള്ളതാണ്. അതായത് എറണാകുളം എന്ന ശക്തി കേന്ദ്രത്തിൽ നഗരസഭകളിൽ UDF-ന്റെ വൻ മുന്നേറ്റമാണ് നടക്കുന്നത്. ഒരിടത്ത് പോലും ലീഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല LDF-ന് എന്നുള്ളതാണ്. ഏലൂർ നഗരസഭയിലാകട്ടെ ഒപ്പത്തിനൊപ്പം മത്സരം നടക്കുകയാണ് എന്നുള്ളതാണ്. വലിയ കണക്കാണിത്. UDF-ന് എറണാകുളത്ത് വലിയ മുന്നേറ്റം, എറണാകുളം ജില്ലയിൽ വൻ മുന്നേറ്റം നടത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ BJP ആണ് മുന്നിൽ. എന്തായാലും തിരുവനന്തപുരമാണ് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. LDF-ഉം NDA-യും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. ഓരോ നിമിഷവും ലീഡ് മാറി മറിയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് LDF ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്. ഏത് നിമിഷവും ഇത് മാറി മറിയാം എന്നതാണ്. എന്തായാലും ചിത്രത്തിൽ ഇപ്പോൾ UDF ഇല്ല എന്നതാണ് പശ്ചാത്തലം. NDA-യോ LDF-ഓ എന്നത് മാത്രമാണ്
ഇനി ചോദ്യം അത് അധികാരത്തിലേക്ക് ഏറുന്നതിന് തക്കമട്ടിൽ ഉള്ള ഭൂരിപക്ഷമായി മാറുമോ? 29 ഇടത്താണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. 51 സീറ്റുകളാണ് അവിടെ അധികാരത്തിലേറുന്നതിന് വേണ്ടത്. അതിനടുത്തേക്ക് LDF എത്താൻ പറ്റുന്നില്ല എങ്കിൽ പിന്നീട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ പിന്തുണയോ അല്ലെങ്കിൽ സ്വതന്ത്രരുടെ പിന്തുണയോ വേണ്ടിവരും. NDAയുടെ സാഹചര്യവും മറ്റൊന്നല്ല. NDA മുന്നേറ്റം നടത്തുമ്പോഴും ഇപ്പോൾ VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോർപ്പറേഷനിലേക്ക്. അതേസമയം വൈഷ്ണയെ പോലെയുള്ള സ്ഥാനാർത്ഥികളുടെ വിജയം കോൺഗ്രസിന് ചെറിയ ആശ്വാസവും നൽകുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ അവസാനത്തെ ടാലി 16-16, LDF 17-16. വീണ്ടും LDF ഒരു സീറ്റ് മുന്നിൽ വന്നു, ഒരുപാട് മുന്നിൽ വരുന്നു. 17 LDF, 16 NDA. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് UDFന്റെ മുന്നേറ്റമാണ്. 11 സീറ്റിൽ UDF കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമാണ് വിജയിക്കാൻ, ഇത്തവണ 11 നിൽക്കുന്നു. അത് പലതും LDFന്റെ സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുത്തത് കൂടിയാണ് ഏറ്റവും പ്രധാനം. എന്നോടൊപ്പം ഗൗരീശേട്ടൻ വാർഡിലെ CPF സ്ഥാനാർത്ഥിയായി വിജയിച്ച പാർവതി ചേരുന്നു. പാർവതി മാധ്യമ പ്രവർത്തക കൂടിയാണ്. പാർവതി, എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? വലിയ സന്തോഷം തോന്നുന്നു. കോർപ്പറേഷനിലെ മുഴുവൻ വോട്ട് നില എണ്ണി കഴിയുമ്പോൾ LDF മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ ഗൗരീശേട്ടത്ത്? അത് തീർച്ചയായും നല്ല വിജയ പ്രതീക്ഷകൾ തന്നെയായിരുന്നു. കാരണം ജനങ്ങൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്, ആ വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും യുവ സ്ഥാനാർത്ഥികളെ അങ്ങനെ വിജയിപ്പിക്കുകയാണ് ജനങ്ങൾ. വൈഷ്ണയുടെ കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചു. വൈഷ്ണയുടെ പ്രതികരണം നേരത്തെ വന്നിരുന്നത്. വീണ്ടും വൈഷ്ണയുടെ പ്രതികരണത്തിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാദങ്ങൾ ജനങ്ങൾ ആ രീതിയിൽ തന്നെ എടുത്തു. വൈഷ്ണ സുരേഷ് എന്ന സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാൻ CPMന്റെ ശ്രമമുണ്ടായി. അതിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കൂടി പറയാം. വലിയ തിരുവനന്തപുരത്ത് 51ലേക്ക് ആരും വരുവാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു സാധ്യത കുറവാണ്. ഏതായാലും വൈഷ്ണ സുരേഷിന്റെ ഒരു പ്രതികരണം കൂടി. വൈഷ്ണ വലിയ വിവാദങ്ങളിലൂടെ വൈഷ്ണയെ സ്ഥാനാർത്ഥി ഒഴിവാക്കാൻ CPM ശ്രമിച്ചു. അതിനുള്ള തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കാരണം ഇത്രയും നാള് LDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡ് ഇന്ന് UDFിലേക്ക് മാറി മറിയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാധാരണക്കാരെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ തന്നെയാണ് നമ്മളും കടന്നു വന്നത്. അത് അവർ മനസ്സിലാക്കുകയും നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ് ചെയ്തത്. തികച്ചും ഇത് സാധാരണക്കാരുടെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്. വോട്ട് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവർക്ക് എന്താണ് മറുപടി? അല്ല, വോട്ട് എന്റേത് മാത്രമല്ല, ഒരുപാട് പേരുടെ. കാരണം ഇലക്ഷന്റെ അന്നാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത് വോട്ടില്ലാതെ മടങ്ങിപ്പോയവർ എത്ര പേരാണ്. അവർ വളരെ വിഷമത്തോടെയാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വലിന്റെ മൗലിക അവകാശമാണ് അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്കാണ് ഇന്ന് കേരളം പോകുന്നത്. അത് തികച്ചും എല്ലാവരും തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് സാധാരണക്കാരെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുതന്നെയാണ്. അത് വളരെ കൃത്യമായ ഒരു വിശദീകരണം കൂടിയാണ് വൈഷ്ണയുടെ ഭാഗത്തുണ്ടാകുന്നത്. എന്തുകൊണ്ട് വോട്ടില്ലാതായി പോയി എന്ന് സാധാരണക്കാർ ചോദിക്കും. അതിന് മറുപടി കൂടി വേണം. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ കാര്യങ്ങളല്ലോ, അതിനേക്കാൾ അപ് ടു ഡേറ്റ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ഒടുവിലത്തെ നില എങ്ങനെയാണ്? 17-16 എന്ന കണക്കിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. LDFന് ഒരു സീറ്റിന്റെ മേൽക്കൈ, 11 സീറ്റിൽ UDF ഉണ്ട്. ഇത് ഔദ്യോഗിക കണക്കാണ് മാത്രമാണ്. പക്ഷേ നേരത്തെ ഈ പാപ്പരങ്കോട് എസ്റ്റേറ്റ് അടക്കമുള്ള വാർഡുകളിൽ പൊന്നുമംഗലത്ത് 14 വോട്ടിന് മാത്രമാണ് BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത്. അങ്ങനെ വളരെ ചെറിയ ഭൂരിപക്ഷം വിജയിക്കുന്ന വാർഡുകളുമുണ്ട്. ഇതിനിടയിൽ കണ്ണമൂലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പലയിടത്തും അട്ടിമറി തന്നെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ആർക്കും കഴിയില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ. മഞ്ജുഷ, ശരി, ഇതാണ് ഏറ്റവും പുതിയ ട്രെൻഡ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തിരുവനന്തപുരത്ത് ഇപ്പോഴും നടക്കുന്നു. ഔദ്യോഗിക വിവരം അനുസരിച്ച് 17-16 ആണെങ്കിലും ഏറ്റവും ഒടുവിലത്തെ വിവരം ഇല്ലേ, വോട്ടർ 29